ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെല്ലാവരും ഉണ്ണീശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഈ 25 നോമ്പിൻ്റെ ദിവസങ്ങളിൽ വിശുദ്ധ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഗബ്രിയേൽ മാലാഖ വിശുദ്ധത്തില് സഖറായിക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, പഴയ നിയമത്തിൽ ദാനിയേലിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകുമ്പോൾ ഗബ്രിയേൽ മാലാഖ അവരെ ഗ്രീറ്റ് ചെയ്യുന്നത് അവരുടെ പേര് വിളിച്ചുകൊണ്ടാണ്, ദാനിയേൽ, സഖറിയ. എന്നാൽ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ സന്ദർശിച്ച് ദൈവം അയക്കുന്ന സന്ദേശം നൽകുമ്പോൾ പരിശുദ്ധ അമ്മയെ ഗ്രീറ്റ് ചെയ്യുന്നത്, വിളിക്കുന്നത് പേര് വിളിച്ചില്ല, മറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയെ പേര് വിളിക്കാതെ പരിശുദ്ധ അമ്മയുടെ ആട്രിബ്യൂട്ട്, പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മുമ്പിൽ എന്തായിരിക്കുന്നു എന്നാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഈ ക്രിസ്മസിന് നാം ഒരുങ്ങുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കാം. നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ചിന്ത എന്താണ്? നാം ആരായിരിക്കുന്നു ദൈവത്തിന് മുമ്പിൽ? നമ്മളെല്ലാവരും സമൂഹത്തിന് മുമ്പിൽ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ തന്നെ കൊടുക്കുന്ന, നമ്മൾ തന്നെ ചിന്തിക്കുന്ന ചില ധാരണകളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എന്തായിരിക്കുന്നു എന്നുള്ളത് ഗബ്രിയേൽ മാലാഖ നമ്മളോട് വെളിപ്പെടുത്തിയാൽ അതെന്തായിരിക്കും? ഇത് പലപ്പോഴും നമുക്ക് തന്നെ അറിവുള്ളതായിരിക്കില്ല. അതിന് സഹായിക്കാൻ വേണ്ടി ബാലാമിന്റെ കഴുത ബാലാമിന് കൊടുക്കുന്ന ചില അടയാളങ്ങളുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ കഴുതയുടെ പെരുമാറ്റം ബാലാമിനെ കോപാകുലനാക്കി. പക്ഷേ ഒരു കഴുത ചില അടയാളങ്ങൾ ബാലാം നൽകുകയാണെന്നുള്ളത് ബാലാം തിരിച്ചറിഞ്ഞില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന് ചിന്ത മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളവര്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ പെരുമാറ്റത്തിലൂടെ, അവരുടെ സംസാരത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്താറുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, എൻ്റെ ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കള്, അവരൊക്കെ എന്നെ ഏത് രീതിയിലാണ് വിളിക്കുക? ചിലപ്പോൾ സ്നേഹം കൂടുമ്പോൾ നമ്മളെ സ്നേഹത്തോടെ മോനെ, മോളെ എന്ന് വിളിക്കും. അരിശം വരുമ്പോൾ നമ്മൾ ദുഷ്ട എന്ന് വിളിക്കും, ദുഷ്ടനെന്ന് വിളിക്കും. ചിലപ്പോൾ നമ്മുടെ സ്വഭാവം കാണുമ്പോൾ അത്രമാത്രം മോശടനാണ്. ചിലപ്പോൾ നമ്മുടെ കാപട്യം കാണുമ്പോൾ അവനെ വിശ്വസിക്കരുതെന്ന് നമ്മൾ അറിയാതെ പറയും. ചിലപ്പോൾ പറയും അവൻ എത്രയോ നിഷ്കളങ്കനായ മനുഷ്യനെന്ന് പറയും, അല്ലെങ്കിൽ അവൻ വക്രബുദ്ധിക്കാരനാണെന്ന് പറയും. ഇതൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ ഒക്കെ വാക്കുകൾ മനസ്സിലാക്കിയാൽ അത് പലപ്പോഴും അത് ദൈവത്തിന് മുമ്പിൽ നാം എന്തായിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലമായിരിക്കാം. അതിനാൽ സ്നേഹമുള്ളവരെ, ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ നോമ്പുകാലത്ത് നമുക്ക് ആത്മപരിശോധന നടത്താം. എന്നെ ദൈവം എങ്ങനെ മനസ്സിലാക്കുന്നു? ഞാൻ ദൈവത്തിന് മുമ്പിൽ എന്താണ്? അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കും ചിലപ്പോൾ തിരിച്ചറിവ് കിട്ടും. ഉണ്ണീശോ ഹൃദയത്തിൽ ജനിക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങേണ്ടതുണ്ട്. പൗലോസ് ശ്ലീഹ എഫെസൂസിലെ സഭയ്ക്ക് എഴുതി പറയും, നിങ്ങൾ പരിശുദ്ധരും വിശുദ്ധിയുള്ളവരുമായിരിക്കുക, ഹോളി ആൻഡ് സ്പോട്ട്ലെസ്. അങ്ങനെയുള്ള ഹൃദയത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയത്തിലേക്ക് ഉണ്ണീശോ എന്ന് പറയുന്നത്. ഈ നോമ്പൊക്കെ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ദിവസങ്ങളാക്കി മാറ്റാം. ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്തായിരിക്കുന്നുവോ അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാനും
ഹോളി ആൻഡ് സ്പോട്ട്ലെസ്, കൃപ നിറഞ്ഞവളായി മാറാനുള്ള ഒരു പരിശ്രമം നമുക്ക് ഈ ഒരു 25 ദിവസങ്ങൾ നടത്താം. അങ്ങനെ ഈ ക്രിസ്മസിന് ഉണ്ണി ഈശോ നമ്മുടെ ഹൃദയത്തിലും വന്ന് ജനിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.